ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് ഈവനിങ് ചായ കുടിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഓർത്തു നമ്മൾ ഇവിടെ ഇരുന്ന് ബോറടിച്ചു. എല്ലാവരും ഇച്ചിരി ഡിപ്രഷനിലൊക്കെയാണ്. അപ്പോഴത്തേക്കിന് നമുക്ക് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി ബീച്ച് വരെ പോകാമല്ലോ എന്ന് കരുതി നമ്മളെല്ലാവരും റെഡിയായി. ഫസ്റ്റ് നമ്മൾ ഓർത്തില്ല മഹേഷ് ഓക്കെ പറയുമെന്ന്. നമ്മൾ ചോദിച്ചപ്പം പറഞ്ഞു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സാറിനോട് ചോദിച്ചു ബീച്ചിലെ ലൊക്കേഷൻ ഒന്ന് തരാമോ, അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചു. പുള്ളി ഇട്ട് തന്നു. അങ്ങനെ നമ്മൾ അടുത്തുള്ളൊരു ബീച്ചിൽ പോവാണ്. ബീച്ചിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഒരു 15 മിനിറ്റ് എങ്ങാണ്ടോ ഉള്ളു വണ്ടിയിൽ പോയപ്പം. ഈ ബീച്ചിലോട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നമുക്ക് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. സാർ ഏതോ ലൊക്കേഷൻ ഇട്ട് തന്നു, അതിലോട്ടാണ് പോകുന്നത്. നമ്മൾ ചൂസ് ചെയ്തത് വേറൊരു ബീച്ചായിരുന്നു, പക്ഷേ അവിടെ പോകുന്നില്ല ഞങ്ങളിന്ന്. മഹേഷ് സംടൈംസ് ഹിന്ദിപ്പാട്ടൊക്കെ ഇടും. നല്ല ഹിന്ദിപ്പാട്ട്, നല്ല കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ചില സമയത്ത് അവരുടെ പാട്ടിടും. അതാണെങ്കിൽ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. കോമൺ ആയിട്ട് ഇടുന്നത് ഹിന്ദിപ്പാട്ടാണ്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ആ ടൈമിലാണ് നമ്മളൊരു അമേരിക്കൻ സ്കൂൾ കണ്ടത്. അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത്, പിന്നെ നമുക്ക് വഴിയൊക്കെ ഞങ്ങളൊന്ന് ഓർത്ത് വെക്കുമായിരുന്നു. നമുക്ക് ഈ ബീച്ചിലോട്ട് ഒന്നും കൂടി പോകേണ്ടതായിട്ടുണ്ട്. കാരണം ഞങ്ങളിവിടെ വന്നപ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം കരുതി ഒരു ഡേ ടൈമിലും കൂടെ പോകണം. ഞങ്ങൾ ഒത്തിരി ലേറ്റായിപ്പോയി. ഒന്നാമത് നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ്. പിന്നെ നമ്മൾ ഒരുങ്ങി വന്നപ്പോൾ 7:30 ആയി. പിന്നെ രാത്രിയായി. ഒന്നും കാണാനും പറ്റിയില്ല, ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇവിടുത്തെ ബീച്ച്. എനിക്ക് ഓൾറെഡി അങ്ങനെ ബീച്ചുകളൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് ഈ ബീച്ച് ഇഷ്ടപ്പെട്ടു. കാരണം മാലിയേലൊരു പള്ളിയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞങ്ങൾ അടുത്തൊരു ബീച്ചിലും കൂടെ കയറി. ഞങ്ങളുടെ പുറകെ ഹിന്ദിക്കാരാണോ ഏതാ ആൾക്കാരാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നമ്മളെപ്പോലെ ഇങ്ങനെ വന്ന ആൾക്കാരാണ്. ഹിന്ദിക്കാരാണോ എന്നൊന്നും അറിയത്തില്ല. നമ്മുടെ പുറകെ നടക്കുക, നമ്മളിങ്ങനെ നോക്കി നിൽക്കുക, ഭയങ്കര ഫോളോ ചെയ്യുക, ഇതൊക്കെയായിരുന്നു പരിപാടി. അപ്പോൾ നമുക്ക് ഒട്ടും ഒരു കംഫർട്ടായില്ല. നമ്മളിങ്ങോട്ട് തിരിച്ച് പോന്നു അന്നേരം തന്നെ. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. നമ്മളെ ശ്രദ്ധിക്കാൻ ആരുമില്ല. നമ്മളെ എല്ലാം കൊണ്ടും ഗേൾസിന് ഓക്കെയാണ്. നമ്മളെ ആരും ഒരു ഇറിറ്റേറ്റ് ചെയ്യത്തില്ല. ഇവിടെ കുറേ പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫ്രണ്ട്സുമായിട്ട് ഓരോ ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഇവിടെ ഇരുന്നു കുറേ നേരം. അപ്പോഴത്തേക്കിന് കുറച്ച് മഹേഷിനോട് ചോദിച്ചു പോകാമെന്ന് പറഞ്ഞപ്പം അവൻ പറഞ്ഞു നാളെ പോകാമെന്ന് പറഞ്ഞു. കളിയാക്കിയതാണെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ ഒരു 10 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് ഞാനിരുന്നുള്ളൂ. എനിക്ക് അങ്ങനെ എങ്ങോട്ടും പോകാൻ താല്പര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നു. പിന്നെ ആര്യ നടക്കുമായിരുന്നു. ആ ടൈമിൽ ഞങ്ങളൊരു സാധനം കണ്ടുപിടിച്ചു. ഡേ ടൈമിൽ ഒരു മീൻ ഉണങ്ങിപ്പോയി ചൂട് കാരണം. അത് ഏതാണ്ടൊരു ഭയങ്കരമായിട്ട് ഉണക്കമീനില്ല, അതുപോലെ ആയിപ്പോയി. കുറേ കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു. ഏതാണ്ടൊക്കെ എനിക്കറിയത്തില്ല. ചൂണ്ടയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. കുറേ നേരം ഇരിക്കാൻ പറ്റി. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിട്ടില്ല. ഇവിടെ നമുക്ക് ഓക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെയും കരുതി നമുക്കിവിടെ ഒന്നുകൂടെ വരണമെന്ന് കരുതി. അങ്ങനെയാണ് നമ്മൾ തിരിച്ച് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആടിനെ കണ്ട ആര്യ, പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് കാണാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചതിന്. ഒരാൾ കൊണ്ടുപോകുകയാണ് ആടിനെ. ഈ സമ്മർ സീസണിൽ ഡേ ടൈമിൽ വരാൻ വലിയ പാടാണ്, നല്ല ചൂടായതുകൊണ്ട്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു വിൻ്ററിലൊന്ന് ഡേ ടൈമിൽ വരണമെന്ന്, നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. മഹേഷിനെ വിളിച്ചു. മഹേഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരാളാണ്. നമ്മളെ കൂടെ നിൽക്കാനോ പറയാനോ അധികം മിണ്ടാനോ ഒരു നോട്ടം കൊണ്ട് പോലും ഒരു മോശത്തിന് വരത്തില്ലാത്ത ഒരാളാണ്. ശരിക്കും അതൊക്കെ ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് മഹേഷിനെ കിട്ടിയത്. അവനിപ്പോൾ ഞങ്ങളെ കൊണ്ട് ഇറക്കി, അവൻ്റെ വഴിക്ക് പോയി. നമ്മൾ ആവശ്യം വരുവാണെങ്കിൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ അവൻ കൊണ്ട് വിടും.
അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അധികം നമ്മളോട് ചോദിക്കാനും പറയാനും ഒന്നും വരത്തില്ല. നമ്മൾ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ തന്നെ അവൻ നോക്കത്ത് പോലും ഇല്ല. എല്ലാവരും അവൻ അങ്ങനെയാണ്. അങ്ങനെ വണ്ടി വന്ന് ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. ഇവിടെ അടുത്ത് റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കിയായിരുന്നു. പിന്നെ ഇവിടെ അറിയത്തില്ലാത്ത സ്ഥലമായോണ്ടും ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്, അതുകൊണ്ട് ഇവിടെ അടുത്ത് കയറിയില്ല. നമ്മൾ അവിടുത്തെ ജമയിൽ കയറാൻ വേണ്ടി പ്ലാൻ ഇട്ടേക്കുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന ടൈമിൽ ഒത്തിരി ബിൽഡിംഗ് ഒക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ പോവാണ്. ഇനി 5 മിനിറ്റും കൂടെ ഉള്ളൂ. ട്രാഫിക്കും കൂടെ ആയതുകൊണ്ടാണ് കുറച്ചും കൂടെ ലേറ്റായത്. ശരിക്കും പറഞ്ഞാൽ എന്നും ഈ റൂമിൽ കയറി ഇരുന്നിരുന്നിരുന്ന് നമ്മൾ മടുക്കും. വരാനും പോകാനൊക്കെ മടിയാണ്, പക്ഷെ പോയി കഴിഞ്ഞാൽ ഓക്കെ ആകും. ഒത്തിരി ഞങ്ങളങ്ങനെ ഇപ്പം എങ്ങും പോകാറില്ലാത്തതുകൊണ്ട് നമുക്ക് ട്രാവലിംഗ് ഒന്നും അത്ര വലിയ ഓക്കെ ആവുന്നില്ല. അങ്ങനെ പോകാത്തത് കൊണ്ട് നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുമായിരുന്നു. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് നല്ല തലവേദനയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് കിടന്നുറങ്ങുന്നതെന്ന് തന്നെ അറിയത്തില്ല. ഈ തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ തല പൊട്ടിപ്പോകുന്ന പോലത്തെ വേദനയാണ്. ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ താല്പര്യമില്ല. ഒന്നാമത് ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് എന്നും കിടക്കുന്നത്, നല്ല തലവേദന കാരണം. വാറിൻ്റെ ടൈമിൽ ഞങ്ങളാണെങ്കിൽ 2 മണിക്കൊക്കെയാണ് ഉറങ്ങുന്നത്. അതായത് 2 മണി 1 മണി ആകുമ്പോഴത്തേക്കിന് അലേർട്ട് തുടങ്ങും. പിന്നെ ഫോണിലാണെങ്കിൽ അലേർട്ടിൻ്റെ മെസ്സേജൊക്കെ വരും. അപ്പം നല്ല സൗണ്ട് കാരണം നമ്മൾ ഉറങ്ങുന്നില്ല. ഞങ്ങൾ ടോപ്പ് ഫ്ലോറിലായതുകൊണ്ട് നമ്മൾ ഈ അലേർട്ടെല്ലാം കേൾക്കുമ്പോഴത്തേക്കിന് ബെഡ്ഷീറ്റും എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോകും. അങ്ങനെ പോവുകയും പിന്നെ ഈ അലേർട്ട് കാരണം ഉറങ്ങത്തില്ലാതെ ഇങ്ങനെ ഇരിപ്പം. അതൊക്കെ കാരണം നമ്മുടെ ഉറക്കം അങ്ങ് പോയേക്കുക. 2 മണി 3 മണി കഴിയാതെ ഉറങ്ങുന്നില്ല. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല. രാവിലെ എന്നിട്ട് 10 മണി 11 മണിക്ക് എണീക്കുന്നത്. ഞങ്ങൾ രാത്രിയിൽ എത്ര നേരത്തെ ഉറങ്ങിയാലും 10 മണി 9 മണി തൊട്ട് നേരത്തെ ഉറങ്ങണമെന്ന് തീരുമാനിച്ചാലും നമ്മൾ കറക്റ്റ് 3 മണിക്കല്ലാതെ നമുക്ക് ഉറക്കം വരത്തില്ല. ഇപ്പം അതങ്ങ് ശീലമായിപ്പോയി. ഒത്തിരി ഞങ്ങൾ പഠിച്ചു. ഒത്തിരി ഈ വാറിൻ്റെ ടൈമിൽ ഇത്ര നാളോ എല്ലാ ദിവസവും ജോലിയുണ്ട്. സമ്മർ ക്യാമ്പ്, വിൻ്റർ ക്യാമ്പ്, വെക്കേഷൻ ആയാൽ കൂടി നമുക്ക് ജോലിയുണ്ട്, പൈസയുണ്ട്. അപ്പം ഈ ഒരു വാറ് വന്നതോടു കൂടിയാണ് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പം നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ മഹേഷ് കൊണ്ട് ഇറക്കി. നമ്മളിനി അവിടുത്തെ വക്കാലേ പോവാണ്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, ബർഗറൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ബർഗറൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മളെ ചേച്ചി. എല്ലാവരോടും നല്ല സ്നേഹമാണ്. ഇച്ചിരി ദേഷ്യക്കാരിയാണ്, പക്ഷെ പാവമാണ്. നമ്മളെല്ലാവരും ഒരു ഒത്തൊരുമയിലൂടെയാണ് ഇവിടെ ജീവിക്കുന്നത്. പിന്നെ ഞങ്ങൾ നടന്ന് വരുന്ന ടൈമിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ പൊന്നമ്മക്കുട്ടിനെ ഞാൻ ഓർത്തത്. കാരണം അവൾക്ക് പൂച്ചക്കുഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവൻ. ഞങ്ങളുടെ വീട്ടിൽ പൂച്ചക്കുഞ്ഞുണ്ട്. ഒരു പൂച്ചക്കുഞ്ഞ് ഇതുപോലെ തന്നെ ഒരെണ്ണം വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അത് ചത്തുപോയി എന്തോ ചെയ്ത്. അപ്പോൾ അവൾ ഭയങ്കര കരച്ചിലാണ്. അല്ലെങ്കിൽ ചില പൂച്ചകൾ ഇങ്ങനെ കാണാതെ പോകും. രാത്രിയിലൊക്കെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരത്തില്ല. അപ്പോൾ ഇതിനെ കാണാതെ കരയുകയും ഒക്കെ ചെയ്യും. പിന്നെ അമ്മ അവളും കൂടെ തപ്പാനൊക്കെ പോയി. ഇതൊക്കെ ആരെന്ന് ആ ടൈമിൽ ഈ ഒരു നിമിഷം എൻ്റെ പൊന്നമ്മക്കുട്ടനെ ഞാൻ മിസ് ചെയ്ത്. അപ്പോൾ എൻ്റെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ബൈ.